ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് ഇവിടെ വഹാബി പ്രസ്ഥാനത്തിന് ഒരു അപകടം വന്നപ്പോ, വഹാബീസത്തിന്റെ മുഖമൂടി പുറത്തു ചാടിയപ്പോ വഹാബികൾ അവരുടെ സംരക്ഷണത്തിന് തേടിച്ചെന്നത് മുസ്ലിം ലീഗിന്റെ തിണ്ണയിലാണ്. എന്തേ അവർ മുസ്ലിം ലീഗിന്റെ മുമ്പിലെത്താനുള്ള കാരണോ? സഹോദരന്മാരെ, വഹാബികൾ ലോകത്തെവിടെയും രക്ഷപ്പെടാൻ ശ്രമിച്ചത് അധികാരത്തിന്റെ പിൻബലത്തിലാണ്. കേരളത്തിലും നമുക്കറിയാം, ഈ വഹാബി ആശയം ഉടലെടുക്കുമ്പോ അത് വലിയ വിപത്താണ്, അത് പുത്തൻവാദമാണ്, അതിന്റെ അടിസ്ഥാനം ഭീകരവാദമാണ്. അതുകൊണ്ട് അവരെ മുസ്ലിം സമുദായത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കണം എന്ന് തീരുമാനിച്ച് സംഘടിതമായ രീതിയിൽ വഹാബിസം എന്ന് പറയുന്ന ഭീകരവാദത്തെ മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ വന്നപ്പോ അതിനെതിരെ ശക്തമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ച് രംഗത്ത് വന്നു. അത് വരക്കൽ തങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന മറ്റൊരു നവോത്ഥാനമാണ്. ആപേക്ഷികമായി ആ കാലഘട്ടത്തിലേക്ക് അനുസൃതമായ ഒരു നവോത്ഥാനമാണ്. ആ വരക്കൽ തങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കിയിട്ട് എന്താണ് സഹോദരന്മാരെ ഈ സമുദായത്തെ പഠിപ്പിച്ചത്? വഹാബീസത്തെ മുസ്ലിം സമുദായത്തിൽ നിന്ന് പടിയടച്ചു പിണ്ടം വെക്കാൻ മതപരമായി പുത്തൻവാദികളോട് സമീപിക്കേണ്ട സമീപന രീതികൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്തായിരുന്നു ആ സമീപന രീതി? അവരെ മതപരമായി ബഹിഷ്കരിക്കുക എന്നതാണ്. അങ്ങനെ മതപരമായി ബഹിഷ്കരിച്ച് വഹാബികളെ ഈ സമുദായത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കാൻ ആലിമീങ്ങൾ പുത്തൻവാദികളോട് സമീപിക്കേണ്ട തർക്കുൽ മുവാലാത്തിന്റെ സമീപന രീതി മഹാന്മാർ ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ്. ധാരാളം ഫത്വകൾ, തീരുമാനങ്ങൾ ഒക്കെ ആ വിഷയവുമായി സമസ്തയുടെ ചരിത്രത്തിലുണ്ട്. എല്ലായിടത്തും നമ്മൾ കാണിക്കാറുള്ള ഒന്ന് ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. 1950കളിൽ പെരിന്തൽമണ്ണയിൽ വെച്ചുകൊണ്ട് സമസ്തയുടെ ജഗജില്ലികളായ പണ്ഡിതന്മാർ, 8ഓളം വരുന്ന പണ്ഡിതന്മാർ എടുത്ത ഒരു തീരുമാനം. എന്താണത്? പുത്തൻവാദികളുമായി പെരുമാറേണ്ടത് എങ്ങനെ? അതിന് ഉലമാക്കൾ കൊടുത്ത മറുപടി എന്താണ്? അവരുമായി സലാം പറയാൻ പാടില്ല, കൂടി പെരുമാറാൻ പാടില്ല, അവരോട് സലാം ചൊല്ലിയാൽ മടക്കാൻ പാടില്ല എന്ന് തുടങ്ങി പരസ്പരം മുസ്ലിമീങ്ങളാണെന്ന് അംഗീകരിച്ചുകൊണ്ട് സമുദായം നിർവഹിക്കേണ്ട മതപരമായ കർമ്മങ്ങൾ അവർ പുത്തൻവാദികളായതുകൊണ്ടും ആ പുത്തൻവാദികൾ നമ്മ മുസ്ലിമീങ്ങളായി അംഗീകരിക്കുന്നില്ല എന്നതുകൊണ്ടും അവരോട് മതപരമായതൊന്നും കൈ കൊടുക്കേണ്ടതില്ല എന്ന ഫത്വ സമസ്തയുടെ ഉലമാക്കൾ നൽകുകയാണ്. ആ ഫത്വ മുസ്ലിം സമുദായത്തിലേക്ക് പണ്ഡിതന്മാര് നൽകിയതോടുകൂടെ സുഹൃത്തുക്കളെ, ആ ഫത്വയിൽ കാന്തപുരം ഉസ്താദ് ഇല്ല, ആ ഫത്വയിൽ താജുൽ ഉലമ തങ്ങളില്ല. നമ്മുടെ നാട്ടിലെ ചില കാക്കകാരണവന്മാര് മനസ്സിലാക്കിയ തെറ്റിദ്ധാരണ, മുജാഹിദിനോട് സലാം പറയാൻ പാടില്ല, അവരുമായി ബന്ധപ്പെടാൻ പാടില്ല എന്നതൊക്കെ ഈക്കിയും കണ്ണിയത്തൊന്നും പറയാത്തൊരു ഫിത്ന AP ഉസ്താദ് പറഞ്ഞതാണ് എന്ന് മനസ്സിലാക്കിയ സാധുക്കളുണ്ട്. എന്നാൽ കാന്തപുരം ഉസ്താദും താജുൽ ഉലമയും ഈ സമസ്തയുടെ ഭാഗമായി പുതിയതായി ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ നോക്ക്, ആ സമസ്തയുടെ ഫത്വ കൊണ്ട് എന്ത് സംഭവിച്ചു? 21ൽ ഇറക്കുമതി ചെയ്യപ്പെട്ട വഹാബീസം ക്ലച്ച് പിടിക്കാതെ കൂമ്പടിഞ്ഞുപോയി. അങ്ങനെ ഒറ്റപ്പെട്ടുപോയ മുജാഹിദ് നേതാക്കളും മൗലവിമാരും എന്തുണ്ട് ഇനി സമുദായത്തിലേക്ക് ഇറങ്ങി വരാനുള്ള വഴി എന്ന് ചിന്തിച്ചപ്പോ അവർ മനസ്സിലാക്കി, രാഷ്ട്രീയ വേദികളിലൂടെ സമുദായത്തെ അഭിസംബോധനം ചെയ്ത് അവരിലേക്ക് പാലം പണിയുക. ആ അജണ്ട അവരിങ്ങനെ ആവിഷ്കരിച്ചെടുക്കുന്ന പശ്ചാത്തലത്തിൽ മദിരാശി കേന്ദ്രമായി ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് സതുദ്ദേശപരമായി സ്വതന്ത്രാനന്തര ഭാരതത്തിലെ മുസ്ലിമീങ്ങളെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പുനഃസംഘടിപ്പിക്കാൻ, ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇന്ത്യയിൽ വ്യാപകമായി പ്രചരിപ്പിക്കാനുള്ള ശ്രമം നടക്കുമ്പോ ഈ KM മൗലവിയും സീരി വക്കീലും അടക്കമുള്ള മുജാഹിദുകൾ എന്ത് പണി ചെയ്തു? ഇനി മതം പറഞ്ഞ് സമുദായത്തെ വിളിച്ചാൽ അവർ വരൂല, എന്നാൽ സമുദായവുമായി പാലം പണിയാൻ എന്തു ചെയ്യാം? ആ ലീഗിന്റെ ഒരു കമ്മിറ്റി മലബാറിൽ കൊണ്ടുവരിക, എന്നിട്ട് മുസ്ലിമീങ്ങളുടെ ഭൗതിക നേട്ടങ്ങളൊക്കെ പറഞ്ഞ് അവരെ കൂടെ നിർത്തുക, അതിലൂടെ വഹാബീസം തിരികെ കയറ്റാം. ഈ അജണ്ടയുടെ ഭാഗമായി മലബാറിൽ മുസ്ലിം ലീഗിന് ആദ്യമായി ഉണ്ടാക്കുന്നത് അവരാണ്. എന്താണ് മുസ്ലിം ലീഗ് ഉണ്ടാക്കിയപ്പോൾ അവർ ചെയ്ത 2 ചതികൾ, അവർ ചെയ്ത 2 പണികളുണ്ട്. ഒന്നെന്താണ്? മുസ്ലിം ലീഗിന്റെ പതാകയും പിടിച്ച് സമുദായത്തിലെ പണ്ഡിതന്മാര് തൊടാൻ പാടില്ല എന്ന് അകറ്റി നിർത്തിയ മുജാഹിദുകൾ ആ കൊടിയും പിടിച്ചിറങ്ങിയാൽ സമുദായം അത് പിടിക്കൂല. അതുകൊണ്ട് ആ സമുദായത്തിനു കൂടി സ്വീകാര്യമായ ഒരാൾ ഈ കൊടി പിടിക്കണം. ആ നിലക്ക് 2 ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് കോഴിക്കോട്ടെ വ്യവസായിയായിരുന്ന സമുദായം ആദരിക്കുന്ന ഉമറാക്കളിൽ പ്രധാനിയും മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളെ ലീഗിന്റെ പ്രസിഡന്റായി മുജാഹിദുകൾ വെക്കാൻ. എന്തിനാണ് ഈ മുജാഹിദുകൾ ബാഫഖി തങ്ങളെ ലീഗിന്റെ പ്രസിഡന്റ് ആക്കിയത്? ബാഫഖി തങ്ങളോടുള്ള സ്നേഹമോ അതവോ അല്ല. വഹാബികൾക്ക് അഹ്ലുബൈത്തിനെ ബഹുമാനിക്കാനും കഴിയില്ല. 2 ലക്ഷ്യമുണ്ട്. ഒന്ന്, തങ്ങൾ ഈ കൊടി പിടിച്ചാൽ സമുദായം ഇത് ഏറ്റുപിടിക്കൂല. ബാഫഖി തങ്ങളെ പോലെയുള്ള ഒരു സയ്യിദിന്റെ കയ്യിൽ ഈ കൊടി കൊടുത്താൽ മലബാറിലെ മുസ്ലിമീങ്ങൾ അത് ഏറ്റുപിടിക്കും. രണ്ടാമത്തേത് എന്താണ്? ഈ പതാകയും പിടിച്ച് സമസ്തയുടെ ഉലമാക്കൾ കൂടെ ഇരിക്കാനോ കൂടെ പെരുമാറാനോ പാടില്ലെന്ന് പറഞ്ഞ മുജാഹിദുകളുമായി ബാഫഖി തങ്ങൾ ഈ കൊടിയും പിടിച്ച് ലീഗിന്റെ വേദിയിൽ ഒന്നിച്ചിരിക്കുന്ന അവസ്ഥ വന്നാൽ സമസ്തയുടെ ആലിമീങ്ങൾ കൊടുത്ത തർക്കുൽ മുവാലാത്തിന്റെ ഫത്വയുടെ ഓളു മുറിക്കാൻ കഴിയും. ആലിമീങ്ങൾ മുജാഹിദിനെ തൊടണ്ടെന്ന് പറയാ, ലീഗിന്റെ വേദിയിൽ ബാഫഖി തങ്ങൾ ഇരുന്നിട്ട് മുജാഹിദുകളുമായി ബന്ധപ്പെട്ട
നഷ്ടപ്പെടുക. ഇത് കാണുമ്പോൾ സ്വാഭാവികമായും സമസ്തയുടെ ഉലമാക്കൾ കൊടുത്ത തുറുക്കുൽ മുവാലാത്തിന്റെ ഗൗരവം കുറയും. അത് കുറച്ചാലേ സമുദായത്തിൽ ചെല്ലാൻ പറ്റുള്ളൂ. ഈ രണ്ട് അജണ്ടകളുടെ ഭാഗമായി ബാഫക്കി തങ്ങളെ ലീഗിന്റെ പ്രസിഡന്റ് ആക്കാൻ, ഇത് ഞങ്ങൾ വെറുതെ പറയല്ല. ഇപ്പോഴും മുസ്ലിം ലീഗിന്റെ ചരിത്രം പറയുമ്പോ ബാഫക്കി തങ്ങളെ പ്രസിഡന്റ് ആക്കിയത് പറഞ്ഞിട്ട് മുജാഹിദുകൾ സമുദായത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന ആശയം ഇതാണ്. ഒരു മൗലവി ലീഗിന്റെ ചരിത്രം പറഞ്ഞിട്ട് പറയുന്നത് എന്താ? ബാഫക്കി തങ്ങളെ KM മൗലവിയാണ് ലീഗിന്റെ പ്രസിഡന്റ് ആക്കിയത്. അതുകൊണ്ട് ബാഫക്കി തങ്ങൾക്ക് KM മൗലവിയോട് വെറുപ്പില്ലെങ്കിൽ പിന്നെ സുന്നികളെ നിങ്ങൾക്ക് എന്തിനാ വെറുപ്പ് നാം ഉപര ചോദ്യം. ഇതാണ് ബാഫക്കി തങ്ങളെ പ്രസിഡന്റ് ആക്കുന്നതിലൂടെ ലീഗ് ചരിത്രം പറഞ്ഞു മുജാഹിദുകൾ ഉദ്ദേശിച്ചത്. മുസ്ലിം ലീഗിന്റെ ചരിത്രം യഥാവിധി വായിക്കാത്ത ബഹുമാനരായ ചില സഹോദരങ്ങൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തകർ, അവർ KM മൗലവിയെ അപഹസിക്കുന്നത് കാണുമ്പോൾ, KM മൗലവിയെ ചീത്ത പറയുന്നത് കാണുമ്പോൾ എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്. ഞങ്ങൾക്കൊരു അത്ഭുതം തോന്നാറില്ല. കാരണം ഞങ്ങൾ ഇസ്ലാം പഠിച്ചോലാണ്. അതുകൊണ്ട് ഞങ്ങളെ ആലിമീങ്ങൾ പറഞ്ഞതനുസരിച്ച് KM മൗലവി കള്ളനാണയാണ്, അയാൾ ഈ സമുദായത്തിലെ കരിഞ്ചന്തയാണ്. അതുകൊണ്ട് ഞങ്ങൾ അയാളെ ആക്ഷേപിക്കും. എങ്ങനെ? വ്യക്തിപരമായിട്ടല്ല, ആദർശപരമായി. അറിയുമോ, കേരള മുസ്ലിം ലീഗ് മലബാർ ജില്ലാ മുസ്ലിം ലീഗായി 1948 രൂപീകരിക്കപ്പെടുന്ന സമയത്ത് ആ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി KM സീതി സാഹിബ് എന്ന് പറയുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു. ആ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എന്ന് പറയുന്നത് KNM-ന്റെ സ്ഥാപക ജനറൽ സെക്രട്ടറിയായ MV അബ്ദുസ്സലാം മൗലവിയായിരുന്നു. ആ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഈ KM മൗലവിയായിരുന്നു. ഇവർ മൂന്ന് പേരുമാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ എന്ന അന്നത്തെ കോഴിക്കോട്ടെ വ്യാപാര രംഗത്ത് പ്രസിദ്ധനായിരുന്ന ഒരു നേതാവിനെ കണ്ടെത്തുകയും അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെ മുസ്ലിം ലീഗിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവന്നാൽ മുസ്ലിം സാമാന്യം, മുസ്ലിം ബഹുജനങ്ങൾ ഈ പാർട്ടിയിലേക്ക് ആകർഷിക്കപ്പെടുമെന്ന് മനസ്സിലാക്കുകയും സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയോഗിക്കുകയും ചെയ്യുന്നത്. ബാഫക്കി തങ്ങൾ ലീഗിന്റെ പ്രസിഡന്റ് ആയാൽ ബർക്കത്ത് കിട്ടുന്നു കരുതിയിട്ടല്ല. ബാഫക്കി തങ്ങൾ ഉണ്ടായാലേ സമുദായം ഇത് ഏറ്റെടുക്കുള്ളൂ. രണ്ടാമത്തെ ലക്ഷ്യം മൂപ്പര് പറയുന്നുണ്ട്, ആ ബാഫക്കി തങ്ങൾക്ക് മുജാഹിദീങ്ങളോട് വെറുപ്പൊന്നുമില്ലെങ്കിൽ എന്തിനാ സമസ്തക്കാരെ നിങ്ങൾ വെറുപ്പായിട്ടുണ്ട് എന്നാ മൂപ്പരെ ചോദ്യം. ഇവിടെ മുജാഹിദുകളെ തൊടുന്നതും മുജാഹിദുകളെ പിടിക്കുന്നതും മുജാഹിദുകളോട് സലാം പറയുന്നതും മുജാഹിദുകളുടെ പേര് പങ്കിടുന്നതും മുജാഹിദുകളോട് ഒന്നിച്ചിരിക്കുന്നതും ഒന്നും സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾക്ക് ഹറാമല്ലെങ്കിൽ, അതൊന്നും ഈ രീതിയിലുള്ള പാടില്ലാത്ത കാര്യമല്ലെങ്കിൽ ഇവിടെയുള്ള സാധാരണ സുന്നി പ്രവർത്തകർക്ക് ഏതായാലുമല്ല എന്ന് തിരിച്ചറിയാനുള്ള വിവേകം നമുക്കുണ്ടാകണം. ഇത് മുസ്ലിം സമുദായം വഹാബികളിൽ നിന്നല്ല വിവേകവും തിരിച്ചറിവും നേടുക. അതുകൊണ്ട് തന്നെ ബാഫക്കി തങ്ങൾ മഹാനാണ്, അള്ളാഹുവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. പക്ഷേ ബാഫക്കി തങ്ങൾ പണ്ഡിതരല്ല, ഉമറാക്കളാണ്. മുസ്ലിം സമുദായം മതപരമായ ഫത്വ സ്വീകരിക്കേണ്ടത് പണ്ഡിതന്മാരിൽ നിന്നാണ്. അഹമ്മദ് കോയ ഷാലിയാത്തി അടക്കം കേരളത്തിൽ EK ഉസ്താദ് ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ കൊടുത്ത വഹാബികളെ മതപരമായി ബഹിഷ്കരിക്കണമെന്ന ഫത്വ അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചതും ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയതുമായ നിലപാട് ഒരു രാഷ്ട്രീയ വേദിയിൽ ഏതെങ്കിലും ഒരു സമുദായ നേതാവ് ഇരിക്കുമ്പോഴേക്ക് ആ ഫത്വകൾ വലിച്ചെറിയാൻ മുസ്ലിം സമുദായത്തിന് കഴിയില്ല. ഇനി രസംതാണ്, ബാഫക്കി തങ്ങൾക്ക് മുജാഹിദിനോട് അയിത്തല്ല എന്നാണ് ഇപ്പൊ മുജാഹിദ് പറഞ്ഞത്. എന്നാൽ മുജാഹിദിന് തങ്ങന്മാരോട് ഇങ്ങോട്ട് അയിത്തുണ്ടോ? അതുണ്ടാനും, അതുപോലെ ഒഴിവാക്കൂല. ഇങ്ങനെയൊക്കെ തങ്ങന്മാര് മുജാഹിദീങ്ങളുമായിട്ട് അടുത്തിട്ടും മുജാഹിദീങ്ങൾ തങ്ങന്മാരെ പറ്റി പറയുന്നത് എന്താ? ഇവിടെ അങ്ങനെ ഒരു തങ്ങന്മാരൊന്നുമില്ല. ഉണ്ടെങ്കിൽ അദ്വാനിയും അതുപോലെ ഉമാഭാരതി ഒക്കെ തങ്ങളും ബീബിയാണ്. അല്ലാതെ ഇവിടെ പാണക്കാട് തങ്ങന്മാര്, ഖലീൽ തങ്ങന്മാര് എന്നൊന്നുമില്ല എന്നാണ് മൂപ്പര് പറയുന്നത്. അല്ലേ, നമ്മൾ പറയും അയാള് നബി കുടുംബത്തിൽപ്പെട്ട ആളാണ്, തങ്ങളുടെ കുടുംബമാണ് എന്ന് പറയും. നമ്മളൊക്കെ തങ്ങന്മാരാണ്, നമ്മളെല്ലാവരും തങ്ങന്മാരാണ്, ആദം നബിയുടെ മക്കളാണ്. അതിനോട് വലിയ പൊരിച്ചെന്ത ആദം നബിയുടെ മക്കളാണ് നമുക്ക്. മൂപ്പരൊക്കെ നല്ലൊരു വൈറുമുത്തുകോയാണ്. ഇയാളൊക്കെ ആദം നബിന്റെ മകനാണ്. ഇനിയിപ്പോ ഇയാളെ മകക്കൊരു കല്യാണാലോചന നടത്തുകയാണെങ്കിൽ അയലോക്കത്തെ രാമൻകുട്ടിന്റെ മോൻ തന്നെയാണ് കുഫുവത്ത തങ്ങള്. എന്തേ, ഒക്കെ ആദം നബിന്റെ മക്കളല്ലേ? അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കളാണ്. ഇവിടെയുള്ള ബാലകൻ ജോസഫും ഏലിയാമയും സാറാമയും കല്യാണിക്കുട്ടിയും ആയിഷക്കുട്ടിയും ലാൽഖത്ത് അദ്വാനിയും രേഖത്തിയാറും അശോക സിംഗാണും എല്ലാവരും ആദമിന്റെ മക്കളാണ്. എല്ലാവരും തങ്ങന്മാരാണ്, എല്ലാവരും തങ്ങളുടെ മക്കളാണ്. അല്ലാതെ അവിടെ തങ്ങളുടെ കുടുംബം ഖലീൽ തങ്ങൾ, പാണക്കാട് തങ്ങൾ അങ്ങനൊന്നുമില്ല. അപ്പൊ പാണക്കാട് തങ്ങന്മാരോട്, ഖലീൽ തങ്ങളോട് പിന്നെ എന്തായാലും നിങ്ങൾക്ക് അങ്ങനെ കാര്യം. പക്ഷേ നിങ്ങളോട് അയിത്തം കാണിക്കാതെ ബന്ധപ്പെട്ട് നിന്നു എന്ന് പറയുന്ന ഇത്തങ്ങന്മാരെ എങ്കിലും നിങ്ങൾക്കൊന്ന് മാപ്പിളയാതിയിൽ എണ്ണിക്കൂടെ? അവരെ നിങ്ങൾ എന്തിനീ കുഫിരിയത്തിൽ ചേർത്തി എണ്ണുന്നു? അപ്പൊ ഇങ്ങോട്ട് അയിത്തം പാടില്ല, അങ്ങോട്ടുള്ള അയിത്തൊക്കെ അങ്ങനെ തന്നെ നിലനിൽക്കുന്ന പറയണേ. എന്നാൽ ഈ തിരിച്ചറിവ് സമസ്തയുടെ ഉലമാക്കൾക്കുണ്ടായിരുന്നു. ആ തിരിച്ചറിവിൽ തന്നെ കാലങ്ങളായി ഈ ഉമ്മത്തിനെ നിലനിർത്തി എന്നതാണ് ചേളാരി സമസ്തയിൽ നിന്ന് സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിനെ വേറിട്ട് നിർത്തുന്നത്.